ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അതാ ഇന്ന് നമ്മൾ മൈസൂരിലോട്ടൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മൈസൂരിലോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. പിന്നെ ഒരുപാടായി മൈസൂർക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ട്. അപ്പോൾ ഇന്നാണ് അതിനൊരവസരം ഒത്തു വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഗൂഡല്ലൂർ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു അരമണിക്കൂർ നേരത്തെ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ ഒരു 3:15 കേട്ടോ രാത്രി ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ പകൽ പോകുന്നതിലേറെ ഒന്നും കൂടി വൈബ് എനിക്ക് ഈ സുബഹി നേരത്ത് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല മഞ്ഞിൻ്റെ ഒരു തണുപ്പുണ്ട്, നല്ല അടിപൊളിയാണ്. അപ്പോഴേക്കും ഷിതുമോന് വണ്ടിയിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ 6 മണിക്കാണല്ലോ ഇവിടെ ചെക്ക് പോസ്റ്റ് ഗേറ്റ് തുറക്കുക. ഇപ്പോൾ ഏകദേശം 6 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇവിടെ തുറന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ പകലുള്ള കാഴ്ചകളിൽ കാണല്. അപ്പോൾ ഈ രാവിലെ ഈ സുബൈ ടൈമിലൊക്കെ ആകുമ്പോൾ പേപ്പർ ഇടണു, അതുപോലെ കച്ചവടക്കാരെ വണ്ടി, ഫ്രൂട്ട്സ്, അങ്ങനത്തെ ഒക്കെ വണ്ടികൾ നല്ല ഭംഗിയാട്ടോ കാണാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു ആനനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷിതുമോനെ പെട്ടെന്ന് ഉണർത്തി. അപ്പോഴേക്കും ആനേൻ്റെ ആ ഭാഗം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് ഷിതുമോനെ പറഞ്ഞേ? കാണും കുറച്ച് കഴിഞ്ഞാലേ ഇനി നോക്കി ഷിതുമോനുണ്ടോ? ദാദാ എന്ത് അതവിടെ അവിടെ ആ കുത്തനെ അതിന്റെ കൊമ്പൊക്കെ സ്ലോലി പോയി സത്യ ഇവിടെ മോനെ ഇങ്ങോട്ട് നോക്കേ. മയിലിന്റെ സൗണ്ട് കേക്കാണ്ട്. ആട്ടാനാണ് വളർത്താനാണ്. ഇവര് കുളിച്ചൊന്നുമില്ല, ഇവരങ്ങനെ നടക്കും. ഡാൻസ് കളിച്ചല്ലേ തത്താന താന താനാന. അതിനെ തളച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിൽ കടന്നുണ്ടോ? തമിഴ്നാട് ഇത്ര നല്ല തമിഴ്നാട് കണ്ട മാറ്റം പൂരിന് വൈകി ഇത്ര കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിലായി. അപ്പം നമ്മളിങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ടൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ ഇതാ ടൂർ കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുക കേട്ടോ. അപ്പം ഇങ്ങനെ ഈ സമയത്ത് ഇങ്ങനെ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ കാണുമ്പോൾ ലൈറ്റ് ഇട്ട് പോകാനാകുമ്പോൾ നല്ല ഭംഗിയാട്ടോ. അതും ഈ ഫോറസ്റ്റ് കൂടെ ഇങ്ങനെ പോകുമ്പോൾ നല്ല ഭംഗിയാണ്.
അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ ഭയങ്കര റേറ്റാട്ടോ. ഒരു 3 നെയ് റോസ്റ്റും 4 നെയ് റോസ്റ്റും 2 വടയായിരുന്നു കേട്ടോ. പക്ഷേ 600-700 രൂപയോളം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ നാട്ടിലത്തെ നെയ് റോസ്റ്റിൻ്റെ അത്ര വലിപ്പവും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തു കൂടിയൊക്കെ പോകുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. റേറ്റൊക്കെ അന്വേഷിച്ചുകൊണ്ട് കഴിക്കുന്നതാവും നല്ലത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഈ യാത്ര ഇങ്ങനെ നല്ല റോഡുമാണ്. വണ്ടി പോകുന്നതേ അറിയാൻ പറ്റണില്ല. എത്ര സ്പീഡിലാണെങ്കിലും ഒരു കുഴപ്പമില്ല. നല്ല അടിപൊളി പെട്ടെന്ന് എത്തുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളൊരു അരമണിക്കൂർ നേരത്തെ അവിടെ എത്തിയിട്ടുണ്ട്. 9 മണിക്കാണല്ലോ അവിടെ ഓപ്പൺ ആവുക. അപ്പോൾ നമ്മളൊരു 8:30 ആ ടൈമിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സിദ്ദിയാക്കു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെയാണ് കിട്ടിയോ? നീ കുടിയോ? അതിന് പറ്റി ഞങ്ങളെ ഫ്രണ്ട് അവിടെ ഉണ്ട്. അതിനെ കാണിച്ചു തരാൻ തന്നെ ഞങ്ങളെ കൂടുന്നുണ്ടോ. ഇതെന്താണ്? റോസി ഫേസ്ഡ് ലവ് ബേർഡ്സാണ്. ആളുണ്ട്, അതിൻ്റെ ഉള്ളിൽ ആളുണ്ട്. വലുത് വീടെടുക്കണമെങ്കിൽ പണിയാലേ. അപ്പോൾ നമ്മളെ വീഡിയോ കുറച്ച് ലെങ്തി വീഡിയോ ആണ്. എന്നെപ്പോലെ മൈസൂർ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യമൊക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ.
അപ്പോൾ ഇതാ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ പക്ഷികളെ ഭാഗമാണ്. അപ്പോൾ ഒരുപാട് തരമുണ്ട് പക്ഷികൾ, നല്ല അടിപൊളി പല വെറൈറ്റി ആയിട്ടുള്ളത് കേട്ടോ. ആ ഭാഗത്തിന് കുറേ ബുടന്ന് കടന്നൂടെ? എങ്ങനെ शौक पड़ा कौन तो ले गए കണ്ടോ? അപ്പം മൈസൂരത്തെ ഈ മൃഗശാല അത്യാവശ്യം നല്ലോണം കാണാണ്ട് കേട്ടോ. അത് മാത്രമല്ല നമുക്ക് അങ്ങനെ ബോറടിക്കൊന്നുമില്ല, കാരണം ഒരുപാട് വെറൈറ്റി മൃഗങ്ങളൊക്കെ ഉള്ളതാണല്ലോ. നമ്മൾ ആദ്യമായിട്ട് കാണുന്ന മൃഗങ്ങളൊക്കെയാണ് ചിലതൊക്കെ.
അതും നല്ല ആക്റ്റീവായി നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. സീബ്ര എന്ന് പറയുന്നത്. സിതുമോനെ മാന് പിന്നെ പല ടൈപ്പ് മാനുണ്ട് കേട്ടോ. പുള്ളിയുള്ളത്, പുള്ളിയില്ലാത്തത്, പിന്നെ അതുപോലെ കൊമ്പില്ലത് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കുറച്ച് ഇതിൽ പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ മൃഗശാലൻ്റെ അകത്ത് ഫുഡ് കിട്ടും കേട്ടോ. കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഫുഡുണ്ട്, സ്നാക്സും അതുപോലെ തന്നെ റൈസ് ഐറ്റംസ് എല്ലാതും ഉണ്ട് കേട്ടോ. ഐസ്ക്രീമും എല്ലാതും ഉണ്ട്. അപ്പോൾ ഷിതുമോനെ ഐസ്ക്രീം മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഐസ്ക്രീമാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഷിതുമോനെ എന്ത് ഇങ്ങോട്ട് വേണം പോവാനേ. അപ്പോൾ ഇനി ഈ ഭാഗത്ത് പാമ്പുകളാണ് കേട്ടോ കൂടുതലുള്ളത്. അത് ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടില്ല. പാമ്പുകൾ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ.
നമ്മൾ മൃഗശാലൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിക്കുന്നത്, കാരണം അത്യാവശ്യം ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഹോട്ടലിലോട്ടാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു സാദാ ചോറും പിന്നെ അതുപോലെ തന്നെ 2 വെജ് ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സാദാ ചോറ് പറയുന്നത് പൊന്നരി കൊണ്ട് വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അതിൽ 2 ചപ്പാത്തിയും ഉണ്ട് കേട്ടോ. പപ്പടം നല്ല മതി. ചപ്പാത്തി ഉണ്ട് കേട്ടോ ചോറിൻ്റെപ്പം. ഇത് ചോറിൻ്റെപ്പം അല്ലേ 2 ചപ്പാത്തി. ഒരു പ്ലേറ്റ് ഉണ്ട്. സിദ്യാക്കു വെജ് ബിരിയാണി കഴിക്കാൻ അല്ലേ? സുനു വെച്ചോ? സാമ്പാർ മതി മതി. കുറച്ചുകൂടി വേണം. അത് പനീറാണ്. ഞങ്ങളിനി ഭക്ഷണം കഴിക്കട്ടെ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി മൈസൂരത്തെ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.